എൻ്റെ അച്ഛൻ്റെ സ്ഥലമാണത്. അച്ഛൻ ശ്രീ എം രാമചന്ദ്ര മേനോൻ, MRC മേനോൻ എന്നറിയപ്പെടും. അപ്പോൾ അച്ഛൻ അങ്ങനെ വളരെ താല്പര്യത്തോടു കൂടി കൃഷി നല്ല രീതിക്ക് മുന്നോട്ട് പോയി ഡൈവേഴ്സിഫൈ ചെയ്ത് പുതിയ പുതിയ പരീക്ഷണങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട്, അതേസമയം തീർത്തും എത്തിക്കലായിട്ടുള്ള രീതിയിലും ഒക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കത് പോരാൻ തോന്നിയിട്ടാണ് നമ്മൾ 90s എൻ്റെ ഒരു ഫ്രണ്ട് കമ്പ്യൂട്ടറിൽ അന്നത്തെ ഒരു ഇതിലുണ്ടായിരുന്നു, കൊബോൾ ലാംഗ്വേജ് ഒക്കെ ചെയ്തിട്ട് സോഫ്റ്റ്വെയർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിലാണ് നമ്മൾ കമ്പ്യൂട്ടർ ഡീലർഷിപ്പിലേക്ക് പോകണം. HCLൻ്റെ ഡീലർഷിപ്പ് നമ്മൾ കിട്ടി. അത് പാലക്കാട് മാത്രം പോരാത്തതുകൊണ്ട് നോർത്ത് കേരള നമുക്ക് ചോദിച്ചു. അപ്പോൾ അവർ നമ്മുടെ വർക്ക് കണ്ടിട്ട് അലോട്ടഡ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സുകാരന് കണ്ണൂർ നമ്മളൊരു ഓഫീസൊക്കെ തുടങ്ങി അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ഛൻ്റെ മരണം ഉണ്ടാകുന്നത്. നമുക്കൊരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം വന്നു. എങ്ങനെയാണ് ഇത് പോകേണ്ടത്, ഇത് കണ്ടിന്യൂ ചെയ്യണോ, എന്താണ് വേണ്ടത്? അപ്പോൾ ബിസിനസ് നന്നായി നടക്കുകയായിരുന്നു. അപ്പോൾ പക്ഷേ ഞാനിവിടെ ജനിച്ച് വളർന്ന് ഇതെല്ലാം കണ്ട് അവരും അച്ഛനും വലിയച്ഛനും മുത്തശ്ശിയൊക്കെ അധ്വാനിച്ച് അതിനെ ഗ്രാജുവലായിട്ട് എങ്ങനെ കൊണ്ടുവന്നതൊക്കെ, പിന്നെ ഇത് എനിക്ക് ഇഷ്ടമാണ് താനും. ഈ ഒരു രീതി, ജീവിത രീതിയും അതൊക്കെ എനിക്ക് ഇഷ്ടമായി. ഇവിടെ വളർന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമായി. അപ്പം ഞാൻ തീർച്ചയായും ഇങ്ങനെ നമ്മൾ അത് നിർത്തിയിട്ട് റണ്ണിങ് ബിസിനസ് വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മൾ കൃഷി നോക്കാനായിട്ട് ആസ് എ പ്രൊഫഷൻ കൃഷി നോക്കാനായിട്ട് വരാം. അപ്പോൾ എൻ്റെ അനിയത്തിമാരോട് ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവരുടെ അഭിപ്രായം തന്നെയായിരുന്നു. അവർക്ക് അറിയാം ഇതിൻ്റെ പെയിൻ എന്താണെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അതിൽ യാതൊരു ഇതുമില്ല, ഇതാണ് എൻ്റെ അഭിപ്രായമെങ്കിൽ ദാറ്റ് ഈസ് യുവർ ഡിസിഷൻ, യെസ് വി ഹാവ് ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനിത് ഈ കൃഷി ആയിട്ട് ഇവിടെ വന്നത്. ഈ നവര എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഏകദേശം 2000 കൊല്ലം കൂടുതൽ പഴക്കമുള്ള ഒരു കാർഷിക ഒരു നെല്ല് ഇനമാണ്. അതിനെ ഷാഷ്ടികം എന്നാണ് പറയുന്നത്. അതായത് 60 ദിവസം കൊണ്ട് കൊയ്യാൻ പാകമാവുന്ന ഒരു ഇനം നെല്ല്, അതായത് ഷോർട്ടസ്റ്റ് ഡ്യൂറേഷൻ ഒരു നെല്ലാണത്. അതോടൊപ്പം തന്നെ ഇതൊരു ന്യൂട്രീഷണൽ റൈസാണ്, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഫുഡാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാറ് പാകാനുള്ള മണ്ണ്, അതായത് പ്ലാസ്റ്റിക് ഷീറ്റിൽ മണ്ണിട്ട് കൊടുക്കുന്ന, എന്നിട്ട് ലെവൽ ചെയ്യാന്നുള്ള പ്രോസസ്സ്. ഇതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റ്, അതായത് ഇപ്പോൾ ഈ നവര എന്ന് പറയുന്നത് നമ്മൾ കണ്ടല്ലോ, അതായത് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് ഈ കൃഷിയിൽ, ഉണ്ടായിരുന്നു തുടക്കത്തിൽ, ഇന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു നെൽകൃഷി, നമ്മുടെ തന്നെ പ്ലോട്ടിൽ ഒരു എന്താ പറയുക, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പരീക്ഷണം നടക്കുന്ന ഒരു സ്ഥലത്താണ്. ഇപ്പം നമ്മളിപ്പോൾ അവരുടെ പാലക്കാട് മട്ടരെയും പ്രധാനമായിട്ട് ചെയ്യുന്ന അവിടെ വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മയിലും കാട്ടുപന്നിയും പോലുള്ള പ്രൊട്ടക്റ്റഡ് സ്പീഷീസ്, സംരക്ഷിതമായിട്ടുള്ള മൃഗങ്ങളോ പക്ഷികളോ ഒക്കെ വന്നിട്ട് ഈ നവര നെൽകൃഷിയെ നശിപ്പിക്കുക, നെല്ല് തിന്നുക, അതുപോലെ മണ്ണ് കേടുവരുത്തുക, ചെടി കേടുവരുത്തുക എന്നുള്ളതൊക്കെ. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഈ കൃഷി, പ്രത്യേകിച്ച് നെൽകൃഷി എന്ന് പറയുന്നതിന് ഒരു യാതൊരു മുടക്കമില്ല, ഒരു ഹോളിഡേ എന്ന് പറയാനില്ല. ശനി ഞായറില്ല, വേനൽ മഴ അങ്ങനത്തെ കാലങ്ങളില്ല. വെയിലായാലും മഴയായാലും എന്താ പറയുക, മഞ്ഞായാലും അല്ലെങ്കിൽ ശനിയായാലും ഞായർ, ഏത് ദിവസവും നമ്മൾ ഇതിന് വരമ്പെന്ന് പറയാം, വരമ്പ് തന്നെ വേണം നമ്മുടെ ആ ക്രോപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അപ്പോൾ കൃഷിക്കാരനാവാൻ തീരുമാനിച്ചതുപോലെ തന്നെ വളരെ നിർണായകമായ മറ്റൊരു തീരുമാനമായിരുന്നു നവര കൃഷി ചെയ്യുക എന്നുള്ളത്. അച്ഛൻ മരിച്ച് ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ 10-11 ലേബറേഴ്സ് ഉണ്ടായിരുന്നു, വർക്കേഴ്സ്. അപ്പോൾ അവർ പറഞ്ഞു, ഉണ്ണി അതിൽ നിങ്ങൾ അച്ഛൻ ചെയ്തു വന്ന പോലെ തന്നെ ചെയ്തോളൂ പറഞ്ഞു. കാരണം അവരെയൊക്കെ അറിയാം ഞാൻ ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല, നമ്മൾ കൃഷിയിൽ ഡയറക്റ്റായിട്ട് അച്ഛൻ ഉള്ള സമയത്ത് വന്നിട്ടേ ഇല്ല. അപ്പോൾ ശരി, അങ്ങനെ 1-2 ക്രോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല, വി വാണ്ടഡ് ടു മേക്ക് എ ലിവിങ് ഔട്ട് ഓഫ് ദിസ്. ഇപ്പോൾ നെൽകൃഷി തന്നെ, കൃഷിയിൽ നിന്ന് ഒരു ഉപജീവന മാർഗം ഉണ്ടാക്കണതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെയാണ് നമ്മൾ ഈ നവരയിലേക്ക് എത്തിയത്. ഇപ്പോൾ
15 ദിവസത്തിലുള്ള വളർച്ച, ആ ഞാറിൻ്റെ വളർച്ചയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് 15ാമത്തെ ദിവസം ഇത് നടുന്ന ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നത്, മെഷീൻ നടുന്ന സ്റ്റേജിലേക്ക്. ഇപ്പോൾ ഇത് മുറുക്കിയാണ് ഈ പായ ഞാറ്റടി ഒന്നിച്ചുള്ളതിനെ നമ്മൾ ഈ മെഷീൻ്റെ ആ ഒരു സൈസിലേക്ക്, നടാനുള്ള ഒരു സൈസിലേക്ക് അത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുറിച്ചതിനെ ഇവിടെ നമ്മൾ കണ്ടു, ഈ അടുത്ത എവിടെയാണോ നടന്നത് വെച്ചാൽ ആ പ്ലോട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അതാത് സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞിട്ട് ആണ് ഈ മെഷീൻ നടുന്നത്. ഞങ്ങളിപ്പോൾ എങ്ങനെ ചെയ്തിരുന്നു, നമ്മുടെ ഇവിടെ എങ്ങനെ ചെയ്തിരുന്നു മനസ്സിലാക്കിയ മുത്തശ്ശി, ഞാൻ പറഞ്ഞില്ലേ, അവർ 4ാം ക്ലാസ് വരെ പഠിച്ചിരുന്നുള്ളൂ. പക്ഷേ വളരെ എല്ലാ ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡയറി മെയിൻറ്റെയിൻ, വളരെ ചുരുക്കം വാചകങ്ങളോ വാക്കുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ഈ നവര ചെയ്തതായിട്ട് 2 ഇതിൽ പരാമർശം. അപ്പോൾ ഇവിടെ എന്തായാലും ചെയ്തിട്ടുണ്ട്, പക്ഷേ അവരൊന്നും ആരും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അത് അന്വേഷിക്കാനായിട്ട് അന്വേഷണം തുടങ്ങി. അപ്പോൾ അതൊരു കൺവിക്ഷൻ്റെ മുകളിൽ തന്നെയാണ്, അത് നമ്മളത് ചെയ്യേണ്ടതാണ്, അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലെവൽ ഓഫ് റിസ്ക് ഉണ്ടല്ലോ, വളരെ ഹൈ ആണ്. അതിൽ ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ കൃഷിക്കാരനാവുക കേരളത്തിലൊന്ന്, 2 അതിൽ നെല്ല് ചെയ്യുക, 3ാമത്തെ അതിൽ നവര ചെയ്യുക, 4ാമത്തെ അതിൽ തന്നെ ഓർഗാനിക്കായിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ലെവൽ ഓഫ് റിസ്ക് അത്രയും കൂടുതലുള്ള ഒരു ഇതാണ്. അപ്പോൾ പുതിയ ചാലഞ്ചസ് വരാൻ തുടങ്ങി. അതായത് ഇത് രാസവളം, രാസകീടനാശിനി ഉപയോഗിക്കാതെ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും അത് വന്നാൽ, ഈ പ്രാണികൾ, ചാഴി പോലുള്ള പ്രാണികൾ വന്നാൽ നമ്മൾ എന്താണ് അതിൻ്റെ പ്രതിവിധി? അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് പൂന്നേരം എന്നുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു ഫിഷ് മാർക്കറ്റ്. അപ്പോൾ അത് പൊന്നാനി ഭാഗത്തു നിന്നുള്ള മത്സ്യം എന്നിട്ട് ഒരു ട്രെയിനുണ്ട്, റെയിൽവേ ലൈനുണ്ട് ഇവിടെ. അപ്പോൾ അതിലാണ് വരിക, ഷൊർണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് അതിലാണ് വരിക. അത് 2:30 മണിയാകുമ്പോൾ അത് മാർക്കറ്റിലെത്തും, ഈ ഫിഷ് മാർക്കറ്റിൽ ഈ മത്സ്യം എത്തും, അന്നത്തെ മത്സ്യം. അത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഒരു 3:30-4 മണിയൊക്കെ 4:30-ക്കുള്ളിൽ അവർ ഇത് കഴിയും. ഒരു ലേലമൊക്കെ വിളിച്ചു കഴിഞ്ഞ് ബാക്കി എല്ലാം മാർക്കറ്റ് ഫ്രീ ആവും. റീറ്റെയിലർ വാങ്ങിച്ച് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ബാക്കി മീൻ അവിടെ ഉണ്ടാവും ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ബൈക്ക് പോയിട്ട് ചാക്കൊക്കെ കൊണ്ടുപോയി, പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ടുപോയി ബൈക്ക് കൊണ്ടുപോയിട്ട് അത് അവർ ചോദിച്ചു, ഞാൻ എൻ്റെ അടുത്തോട്ട് നമ്മളൊരു ആവശ്യത്തിനാണ് അടുത്തോട്ട്. അങ്ങനെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഈ വരമ്പുകളിലും കണ്ടത്തിലും, ഈ നവരയുള്ള കണ്ടത്തിലും നമ്മൾ കിട്ടും. അപ്പോൾ അതിൻ്റെ ലോജിക്ക് എന്താ വെച്ചാൽ, ഈ ചാഴി എന്നുള്ളൊരു, പ്രധാനമായിട്ട് ചാഴി എന്നുള്ളൊരു ഇതിനാണ് അത് ഉപയോഗിക്കുന്നത്. ആ ചാഴിക്ക് അതിനൊരു നാറ്റമുണ്ട്, ഈ ചാഴിക്ക്. ബട്ട് അതിന് ഈ നാറ്റം അത്ര ഇഷ്ടമല്ല, ഒരു ബാഡ് ഓർഡർ അതിന് ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ 40 സെൻറ്റിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചെണ്ടുമല്ലി, തുളസി പോലുള്ള ചെടികൾ നടാൻ തുടങ്ങി. അപ്പോൾ ഈ ചെണ്ടുമല്ലിക്കൊക്കെ ഒരു പ്രത്യേക ഒരു രൂക്ഷമായിട്ടുള്ള ഗന്ധമാണ്. അപ്പോൾ അത് ഇതിന് പറ്റില്ലെന്ന് മനസ്സിലായി. അപ്പോൾ അതന്നെ നമ്മൾ 40 സെൻറ്റിൽ 1 ഏക്കറിലേക്ക് വന്നപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ആ പ്ലോട്ടിൽ. അതിൽ നിൽക്കാതെ ആകുമ്പോഴാണ്, നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് നമ്മളിത് കൊണ്ടുവന്നത്. ഈ 2:30 മണിക്ക് 4:30 മണിക്ക് പോയി അത് കൊണ്ടുവന്ന് അത് സ്പ്രെഡ് ചെയ്യും. അത് ഒരു പരിധിവരെ കൺട്രോളായി. ഒരു ദിവസം രാവിലെ പോയപ്പോൾ ഒരു ഭാഗം, നമ്മളിപ്പോൾ പടി ഇറങ്ങി പോകുന്ന ഒരു ഭാഗത്ത് നെല്ല് ചെടി അങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, അത് ഏത് സ്റ്റേജിൽ ചെരിഞ്ഞാലും പിന്നെ നമുക്ക് വീണാലും നമുക്ക് അതിലൊന്നും കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വളരെ ആലോചിച്ചു, ഇതിപ്പോൾ തലേദിവസം വൈകുന്നേരം പോകുമ്പോൾ ഒന്നുമില്ല, മഴ പെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ആൾക്കാർ പോയി ചായ വീശി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിൽ മുഴുവൻ വെള്ളമായി. ഈ തുണിയാണുള്ളത്, തുണിയിൽ വെള്ളമായി. അപ്പോൾ അത് തുറക്കാതെ. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇത് ഈ മഞ്ഞിൻ്റെ വെള്ളത്തിലാണ് ഈ ചെടി, മഞ്ഞിൻ്റെ വെള്ളം വന്ന് ഇലയിൽ അതായി അങ്ങനെ അത് വീണുപോയി. അപ്പോൾ അത്രയും റിസ്ക് ഉണ്ട്, അത്രയും ഒരു ഇതാണ്. കൃഷിക്കാർക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, GI ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി രജിസ്റ്റർ കൊണ്ടെന്ന് വെച്ചാൽ, പാലക്കാട് മട്ട എന്നുള്ള പേരിൽ മറ്റ് നെല്ലുകൾ വന്നിട്ട് അരിയുന്നതുകൊണ്ട്, കാരണം അതിനൊരു മാർക്കറ്റ് ഉണ്ട്, പക്ഷേ ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല. അപ്പോൾ ഒരു ഓതൻറ്റിസിറ്റി, സ്റ്റാമ്പ് ഓഫ് ഓതൻറ്റിസിറ്റിയാണ് അതുകൊണ്ട് വരുന്നത്. അപ്പോൾ അതിന് എലിജിബിലിറ്റിക്ക് 3 ക്രൈറ്റീരിയ ആണുള്ളത് പ്രധാനമായിട്ടും GIക്ക്. അതിൽ ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോഗ്രഫി.
ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷനാണ്. അതായത് സ്ഥലത്തെ ഉൽപ്പന്നങ്ങൾ, അതിപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് 9 ജില്ലകളിൽ, കേരളത്തിന് 9 ജില്ലകളിൽ പണ്ട് കാലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ചെയ്തു വന്നിരുന്നു. രണ്ടാമത്തത് യുണീക്നെസ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അപ്പം നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്കൃതത്തിൽ തന്നെയുള്ള രേഖകളുണ്ട്, ആയുർവേദ ഗ്രന്ഥങ്ങളിലുണ്ട്. ഷാഷ്ടികമാണെന്നും ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്നും അതിൽ നവരക്കിഴിയാണെന്നും നവരക്കിഴിയുടെ ഗുണങ്ങൾ എന്തൊക്കെ, എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും വാദം, പക്ഷാഘാതം അതിനൊക്കെ ഉപയോഗിക്കുന്നത്, അതൊക്കെ ഡോക്യുമെൻ്റഡ് ആണ്, ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. മൂന്നാമത് അതിൻ്റെ ഹിസ്റ്ററി. അപ്പോൾ പാലക്കാട് മട്ടയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു 1000 കൊല്ലത്തിൽ കൂടുതൽ ഹിസ്റ്ററി അതിനുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ നടക്കുന്ന ഒരു ഉത്സവം, കൊങ്ങാമ്പട എന്നൊരു ഉത്സവം ചുറ്റിലും നടക്കുന്നത്. അത് എല്ലാ കൊല്ലവും നടക്കും. ഒരു 15 ദിവസം നീണ്ട ഒരു ഉത്സവമാണത്. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഓക്കെ, എല്ലാ ഡോക്യുമെൻസും ഉണ്ട്, സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ, അത് പാരാമീറ്റേഴ്സൊക്കെ അത് ഇതാവുന്നുണ്ട്. അതായത് ജിയോഗ്രഫി, യുണീക്നെസ് ആൻഡ് ഹിസ്റ്ററി. ഇപ്പോൾ ഒക്ടോബർ 9, 2004 തുടങ്ങിയ ഒരു പ്രോസസ്സ് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും 3 കൊല്ലം കഴിഞ്ഞു. ഇത് റിലീസ് ചെയ്തത് അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ VS അച്യുതാനന്ദൻ അദ്ദേഹം സാറായിരുന്നു. ഇന്ത്യയിലെ തന്നെ കൃഷിക്കാരുടെ നേതൃത്വത്തിൽ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ വിളയായിട്ട് നവരയും പാലക്കാട് മട്ടിയും മാറി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ വെള്ളനവരുടെ കൊയ്ത്ത് കഴിഞ്ഞു, ഒരാഴ്ച മുമ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതായിട്ടില്ല. ഇത് തമ്മിൽ, ഈ കറുപ്പ് നവരയും വെള്ളനവരയും തമ്മിൽ തന്നെ ഒരു 15 ദിവസത്തോളം പ്രായം, മൂപ്പിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കാത്തിരിക്കാൻ കാരണം. എന്നിട്ടും ഇനിയും ഒരാഴ്ച കൂടി ശരിക്കും പറയുകയാണെങ്കിൽ ആവും ഇതിൻ്റെ കൊയ്ത്തിന്. കാരണം പറഞ്ഞുതരാം. ഇതൊരു കതിരാണ്. ഇതിപ്പോൾ പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ കറുപ്പായി കഴിഞ്ഞു. പക്ഷെ എന്നാലും അതുകൊണ്ട് മാത്രം നമുക്കറിയില്ല. ഈ അറ്റത്തെ 1 മണി നെല്ല് നമ്മളെടുത്തു. ഈ അറ്റത്തു നിന്നാണ് അത് ആദ്യം റൈപ്പായിട്ട് വരിക, അതായത് പാലുറച്ച് വരിക. കണ്ടു, ഇങ്ങനെ ഈ കടിക്കുമ്പോഴുള്ള ശബ്ദം, അതിൽ മോയ്സ്ചർ, അതൊരു പദം എന്ന് പറയുന്നത്, അതിൽ വെള്ളം നിന്നിട്ട് മോയ്സ്ചർ നിന്നിട്ടുള്ള ഒരു ശബ്ദമാണ്. അതുകൂടി, ഈ വെള്ളം കൂടി ഇതിൽ തന്നെ ചെടിയിൽ നിന്നിട്ട് വറ്റാനുണ്ട്. എന്നാൽ മാത്രമേ അത് ശരിക്ക് കൊയ്യാനുള്ള മൂപ്പാവുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഉമി മാറ്റിയിട്ട് കടിച്ചു കഴിഞ്ഞാൽ ടക്ക് എന്നുള്ള ഒറ്റ ഒരു ഇതിൽ ശബ്ദം, അത് പൊട്ടുന്നതായിട്ടുള്ള ശബ്ദം കേൾക്കും. ഈ നവരയുടെ വിത്ത് എങ്ങനെ അന്യം നിന്ന് പോയോ അതേപോലെ തന്നെ നവരയുടെ ഉപയോഗങ്ങളും ആ സമൂഹത്തിൽ, അന്നത്തെ സമൂഹത്തിൽ, അതായത് പിന്നീട് ഇപ്പം നമ്മൾ ഈ വർക്ക് തുടങ്ങുന്ന സമൂഹത്തിൽ അതിൻ്റെ അറിവും പോയി നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ നവരയെ പറ്റിയിട്ടുള്ള ആ ഒരു അറിവ്, ബേസിക്കായി ഇതൊരു നെല്ലാണെന്നുള്ള അറിവ് തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ തൊട്ട് തുടങ്ങേണ്ടിയിരുന്നു നവര എന്താണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ
അതിലൂടെയാണ് നമുക്ക് ഈ പ്രചരണം നടത്താൻ പറ്റും, അവയർനെസ് ഉണ്ടാക്കാനും മാർക്കറ്റ് ലിങ്ക് ചെയ്യുന്നൊക്കെ വേണ്ടി പറ്റിയത്. അപ്പോൾ ഓരോ ഇത് കഴിയുമ്പോഴും നമ്മുടെ ഫാമിലി, ഇപ്പം നമ്മൾ നവര ഫാമിലി എന്നാണ് പറയുക, അപ്പോൾ ഓരോ കാര്യങ്ങൾ കഴിയുമ്പോൾ ആ നവര ഫാമിലി ബിക്കംസ് ബിഗർ ബിഗർ ബിഗർ. അപ്പം നവര ചെയ്യാൻ തീരുമാനിച്ചത് അതൊരു കൺവിക്ഷൻ തന്നെയാണത്, കൃഷി തിരഞ്ഞെടുത്ത പോലെ തന്നെ. അപ്പോൾ അതിൽ ഒരുപാട് അറിയപ്പെടുന്ന സാധ്യതകൾ, ഒരുപാട് ചാലഞ്ചസ് ഒരുപാട് അറിഞ്ഞിരുന്നു അതിനെപ്പറ്റി. അത് പക്ഷേ ഞാൻ തനിയല്ല എന്നുള്ള ഉറപ്പായിരുന്നു ആദ്യം തന്നെ. നമ്മളിപ്പോൾ ഞാനായാലും എൻ്റെ കൂടെ ഭാര്യയും സിസ്റ്റേഴ്സ്, ഇൻലോസ്, അതുപോലെ ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി, അങ്ങനെ ഇമ്മീഡിയറ്റ് കുറേ ആൾക്കാർ അതിൽ തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളൊരു കൺവിക്ഷനുണ്ട്. അപ്പോൾ അതൊരു കൺവിക്ഷൻ്റെ മുകളിൽ തന്നെയാണ് അത് ആ തീരുമാനം ഉണ്ടായത്. അതിനുശേഷം നമ്മൾ ആലോചിക്കാത്ത ഒരുപാട് പ്രതിബന്ധങ്ങളൊക്കെ വേറെ വന്നു, ആലോചിക്കാത്ത കാലികമായിട്ടുള്ള, അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ആ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു കൺവിക്ഷൻ. ക്ഷമാപണത്തോടെയാണ് എല്ലാവരും കൃഷി നോക്കിയിരുന്നത്. അപ്പോൾ അത് ഐ വാണ്ടഡ് ടു ഗിവ് എ മെസ്സേജ് ടു ദ സൊസൈറ്റി. അതായത് എല്ലാവരും മൂവ് ചെയ്യും. എൻ്റെ പ്രായത്തിൽ ഒരാളൊന്ന് ഇവിടെ കൃഷിക്കാരായിരുന്നു പലരും, അച്ഛന്മാരൊക്കെ, അവരെല്ലാവരും മൂവ് ചെയ്ത് പോയി. ഐ വാണ്ടഡ് ടു സേ ഇറ്റ് ലൗഡ്ലി ദാറ്റ് ഐ ആം എ ഫാർമർ.